ഹായ് ഫ്രണ്ട്സ്, സാൻഡം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ചയാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം മറ്റൊന്നുമല്ല, മറ്റേ പഴയ വീഡിയോയിൽ പറയുന്ന കാര്യം ഇതാണ്. മാസങ്ങൾക്ക് മുമ്പുണ്ടായ കാറ്റിലും മഴയിലും പെട്ട് നമ്മുടെ 2-3 വാഴകൾ ഒടിഞ്ഞുപോയി. നല്ല ഹെൽത്തിയായിട്ട് കിളിർത്ത് വന്ന വാഴയാണ് ഒടിഞ്ഞു പോയത്. ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായും നമുക്ക് ദുഃഖമുണ്ടായി. ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ വാഴ മാറ്റിയിട്ട് അവിടെ പുതിയൊരു വാഴ നടാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് തൽക്കാലം എടുത്ത് മാറ്റണ്ട, ഈ ഒടിഞ്ഞ ഭാഗത്തിന് കുറച്ച് താഴെ വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചു വിടാൻ പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ ഞാനിതുവരെ എനിക്ക് അങ്ങനെയുള്ള അനുഭവമില്ല, ഞാനിങ്ങനെ വാഴ മുറിച്ച് വിട്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടൊന്ന് മുറിച്ചു വിടുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വാഴ കുലയ്ക്കുമോ? ഇനി അത്ര ഹെൽത്തി ആയിട്ടിത് വളർന്നു വരുമോ? നിങ്ങളെന്തായാലും മുറിച്ചു വിട് സുഹൃത്തെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് തന്നെ 2-3 പപ്പായ മരങ്ങൾ ഒടിഞ്ഞു പോയി. അതും നിങ്ങൾ മൂടെ വെട്ടിക്കളയണ്ട, നിങ്ങളിത് മണ്ടവശം ഒന്ന് കട്ട് ചെയ്ത് വിട്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം വരുന്ന പോലെ വരട്ടെ എന്ന് പറഞ്ഞു. അതുപ്രകാരം ഞാൻ വാഴ മുറിച്ചു വിട്ടു. വാഴ വളരെ ഹെൽത്തി ആയിട്ട് വീണ്ടും കിളിർത്തു വരാൻ തുടങ്ങി. പക്ഷേ അതിൽ 2 വാഴ നശിച്ചുപോയി, കാരണം പിണ്ടിപ്പുഴുവിൻ്റെ കടുത്ത ആക്രമണം. എന്നാൽ ഇതിലൊരു വാഴ നല്ല ഹെൽത്തി ആയിട്ട് കിളിർത്തു വന്നു. കിളിർത്തു വന്ന വാഴ നല്ല ഇനത്തിലുള്ളൊരു വാഴയാണ്. അതിൻ്റെ തൈകൾ വേറെ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അത് പോകുന്നത് വളരെ വിഷമമായിരുന്നു. മറ്റേത് രണ്ടും പാളയൻകോടൻ, നമ്മുടെ സാധാരണ പാളയൻകോടനായിരുന്നു. അത് നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ പറമ്പിലൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഒരു ദുഃഖം തോന്നിയില്ല. അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആക്കി നമ്മളുടെ ചാനലിലിട്ടു. അപ്പോൾ എന്നെപ്പോലെ നമ്മുടെ പല സുഹൃത്തുക്കൾക്കും സംശയം, നിങ്ങൾ വാഴ മുറിച്ചു വിട്ടു, വാഴ കിളിർത്തു വരുന്നു, പഴയതുപോലൊക്കെ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ ഇത് കുലയ്ക്കുമോ? അതാണ് ചോദ്യം. അപ്പോൾ ഞാനും ആകാംക്ഷയോടെ കാത്തിരുന്നു, ഈ വാഴ കുലയ്ക്കുമോ? കുലച്ചാൽ തന്നെ ആ കുലയുടെ വലിപ്പം എന്തായിരിക്കും എന്നൊക്കെയുള്ള ആകാംക്ഷയുടെ പുറത്ത് ഇരുന്നു. അപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളുടെ അന്നത്തെ ആ സംശയം ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് പഴയ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ സ്ക്രീനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. നമുക്ക് ഏതായാലും പഴയ വീഡിയോ കുറച്ചൊന്ന് കാണാം. കാറ്റിലോ മറ്റോ പെട്ട് ഒടിഞ്ഞു പോകുന്ന വാഴ ഒടിഞ്ഞ ഭാഗത്തു നിന്ന് കുറച്ച് താഴ്ത്തി മുറിച്ചു വിടുക. പെട്ടെന്ന് തന്നെ വാഴ പഴയതുപോലെ കിളിച്ചു തുടങ്ങുന്നതാണ്. പിണ്ടിപ്പുഴുവിൻ്റെ ശല്യമൊന്നുമില്ലാത്ത വാഴകൾ പെട്ടെന്ന് തന്നെ വളർന്ന് പഴയ പടിയാകുന്നു. വീഡിയോയുടെ ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഇനി പുതിയതായിട്ട് എന്താണ് സംഭവിച്ചത്, നമ്മുടെ വാഴ കുലച്ചോ കുലച്ചില്ലയോ, ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വാഴ നല്ല ആരോഗ്യത്തോടെ വളർന്ന് നിൽപ്പുണ്ട്.
ഇതിൽ പിണ്ടിപ്പുഴുവിൻ്റെയോ മറ്റ് ശല്യങ്ങളൊന്നും എന്തായാലും ഉണ്ടായിട്ടില്ല. ഈ ചുറ്റുപാടുകളൊക്കെ കാണുന്നവർക്കറിയാം, മുമ്പത്തെ വീഡിയോയിൽ തന്നെ കാണുന്ന അതേ സ്ഥലങ്ങളൊക്കെ തന്നെയാണിത്. ഇനി വാഴയുടെ അന്ന് നമ്മൾ മുറിച്ചു വിട്ട ആ ജോയിൻ്റ് ഭാഗം നമുക്കൊന്ന് കാണാം. ഇപ്പോഴടുത്ത് നിന്ന മറ്റു വാഴകളും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കന്നുകളൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ആംഗിളിൽ നോക്കിയാൽ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ആ പഴയ കെട്ടിടവും കിണറും ഒക്കെ ദൃശ്യമാവുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഴയുടെ അന്ന് നമ്മൾ മുറിച്ചു വിട്ട ജോയിൻ്റ്. ആ ജോയിൻ്റ് വളരെ വ്യക്തമായി നമുക്ക് ഇവിടെ കാണാം. ഞാൻ ഇത്രയൊക്കെ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് സംശയമായിരുന്നു ഈ വാഴ കുലയ്ക്കുമോ ഇല്ലയോ എന്നത്. അപ്പോൾ അതൊന്ന് വ്യക്തമാക്കാൻ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതുമല്ല, എനിക്കും ഒരു സംശയമുണ്ടായിരുന്നു. നമ്മൾ പലരും പറഞ്ഞത് കേട്ടിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചെയ്തത്. അല്ലെങ്കിൽ മൂട്ടിൽ വെച്ച് തന്നെ വാഴ മുറിച്ച് മാറ്റിയിട്ട് അവിടെ പുതിയ വാഴ വെക്കാനേ ശ്രമിക്കുകയുള്ളായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വാഴ കുലച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഇത് തേങ്കാളി ഇനത്തിൽപ്പെട്ട വാഴയാണ്. ഞങ്ങൾ പത്തനംതിട്ട ഭാഗത്തൊക്കെ പറയുന്നത് തേങ്കാളി എന്നാണ്. ഇതാണ് നമ്മുടെ ആ മുറിച്ച് വിട്ട ആ ജോയിൻ്റ്. ഇത് വളരെ ടേസ്റ്റുള്ള ഒരു പഴം ലഭിക്കുന്ന വാഴയാണ്. ഇത്ര മധുരമുള്ള വാഴപ്പഴം സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടില്ല. ഇതിപ്പോൾ പലയിടത്തും ഇല്ല. എന്തായാലും നമുക്ക് നമ്മുടെ വാഴ കുലച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. നമ്മുടെ വാഴ കുലച്ചിട്ടുണ്ട്. അതുമല്ല, 7-8 പടലുള്ള വലിയൊരു കുല തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വാഴ വളരെ ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് എനിക്ക് അത്ര അടുത്ത് നിന്നുള്ളൊരു ഷോട്ട് എടുക്കാൻ പറ്റില്ല. കാര്യം ഇത് സൂം ചെയ്താലും അത്ര സുഖമാകില്ല. എന്തായാലും നമ്മളുടെ ഉദ്യമം വിജയിച്ചു എന്ന് തന്നെ പറയാം. നമ്മൾ നമ്മുടെ പല സുഹൃത്തുക്കളും പറഞ്ഞത് കേട്ട് ചെയ്തത് പ്രകാരം നമുക്ക് ഇങ്ങനെ നമ്മുടെ വാഴ കുലച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാഴ നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മികച്ച കുല കിട്ടുമെന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണിത്. അപ്പോൾ കാറ്റിലും മഴയിലും പെട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. ആരുടെയും വാഴ കാറ്റിലും മഴയും പെട്ട് ഒടിഞ്ഞു പോകാതിരിക്കട്ടെ എന്നും ഈ അവസരത്തിൽ പറയുകയാണ്. അന്നത്തെ മഴയിൽ ഒടിഞ്ഞ പപ്പായ മരമാണിത്. ഇത് നമ്മളന്ന് കെട്ടിവെച്ച പ്ലാസ്റ്റിക്കൊക്കെ അവിടെ തന്നെ കാണാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ പപ്പായ മരം നന്നായിട്ട് വളർന്ന് അതിൽ കായ്കളൊക്കെ പിടിച്ച് നിൽക്കുന്നു. ഇതുപോലെ വേറെ ഒരു പപ്പായ മരം കൂടെ ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് അടുത്ത പപ്പായ മരം. ഇതിപ്പോൾ നന്നായിട്ട് വളർന്ന് നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ഇതിൽ നിറച്ച് കായ ഉണ്ടായിരുന്നു, ഇപ്പോൾ കായ ഇല്ല. ഇപ്പോൾ പൂത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഉടൻ തന്നെ ഇതിന് ഇഷ്ടം പോലെ കായ്കൾ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വാഴ നന്നായിട്ട് കുലച്ച് വളരെ വലിപ്പമുള്ള, സാധാരണ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നിൽ ഉണ്ടായതിനേക്കാൾ വലിയൊരു വാഴക്കുലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ, കൃഷിക്കാർക്ക് ഉപകാരപ്രദമായെങ്കിൽ, ഇതറിയാത്ത കൃഷിക്കാർക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.